സോറി ഗായ്സ്, ഇങ്ങനെ എൻ്റെ ചേച്ചിയുടെ കൈ തട്ടി പോയാൽ അത് നിങ്ങൾക്ക് സാരമില്ലെന്ന് കരുതുന്നു. നമ്മൾ ഇതുകൊണ്ട് എക്സ്പെരിമെൻറ്റ് നന്നായിട്ട് തുടങ്ങി അതിന് ചെളി അത് കിട്ടും. അങ്ങനെ മൂക്കിലാണ് ഗ്ലോയിങ് ആയത്. ഇതിന് കുറച്ച് നമ്മൾ ഇതിൻ്റെ മേളിൽ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇടുവാണെങ്കിൽ ഫുൾ ഗോയിങ്. ഇപ്പോൾ ഞാൻ എവിടെയും പോകാത്തതുകൊണ്ട് ഇടുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, എല്ലാത്തർക്കും ഇടണ്ട. അത്രയല്ല. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നാച്ചുറൽ കെമിക്കലാണ് ചേർത്തിരിക്കുന്നത്. ഇന്നത്തെ പിന്നെ ഒരു കെമിക്കലും ചേർത്തിട്ടുണ്ട്. അത് നമ്മളുടെ മുഖത്തിന് ഒരു കുരുവോ അങ്ങനെ എന്തെങ്കിലും വരാതിരിക്കുക. പിന്നെ പ്രധാനം എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തവർക്ക് കൂടുതലും ഇത് കിട്ടണം. കാരണം അത് നല്ല വൃത്തിയാവാൻ വേണ്ടി കണ്ണിൻ്റെയും കൂടി ആരോഗ്യത്തിന്. എനിക്കിത് എൻ്റെ അച്ഛൻ്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ 10 ദിവസം മുമ്പേ ചെയ്തായിരുന്നു. അതിന് മുമ്പേ നാളെ എസ്റ്ററ വന്നേ കേട്ടോ. ഇതുമ്പോണ്ടുണ്ടാനെ എല്ലാം തണുത്തുണ്ട് മുഖത്താണ്. നമ്മൾ പിന്നെ ഫാനിൽ കിടക്കുമ്പോൾ നമ്മൾ തണുത്ത മുഖം കവച്ചെടുക്കുമ്പോൾ അതായത് നമുക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റും, നല്ല കൂളായി ഇറങ്ങാൻ പറ്റും. പിന്നെ പരീക്ഷയുള്ള സമയത്തും നമ്മൾ ഇത് ചെയ്താൽ നമ്മൾ പേടിക്കാതെ ഒന്നും പറ്റില്ല. പിന്നെ നമുക്കൊന്നും പറ്റില്ല, ഒന്നും അറിയാത്ത പോലെ എന്തെങ്കിലും. പക്ഷെ നമ്മൾ ഇന്നത്തെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മളില്ല പഠിക്കുന്നതിലും ഒന്നത്തിലുമല്ല കാര്യം. നമ്മൾ ചെയ്യുന്നതിനും പരിശ്രമത്തിനും എന്തിനൊക്കെ നമ്മളിപ്പോൾ ചെയ്യണം? പഠിത്തത്തിനും ആരോഗ്യത്തിനും ശ്രമത്തിനും പിന്നെ ഭക്ഷണത്തിനും ഇതിനൊക്കെ വേണ്ടിയാണ് ഈ 4 കാര്യത്തിന് വേണ്ടി നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു 4 കാര്യമുണ്ട്. പക്ഷെ നിങ്ങൾക്കും ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്കിത് കിട്ടിയത് ഞങ്ങളുടെ ഭാവിയും കൊണ്ടല്ല, അത് യേശു തന്നതാണ്. അത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് ഇപ്പോൾ ഇല്ല. ചിലർക്ക് കിട്ടാൻ പറ്റില്ല, ചിലർക്ക് കിട്ടത്തുമുണ്ട്. അത് ചിലർക്ക് കിട്ടത്തില്ലായിരിക്കും, ചിലർക്ക് ഇതൊക്കെ കിട്ടും. അങ്ങനെയാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. പിന്നെ ഒരാളെ വഴക്കെട്ടുമ്പോൾ നമ്മുടെ മുഖത്ത് ഇപ്പം മറ്റേ കവളം കൂടി കാണിച്ചു കൊടുക്കണം. അവരടിച്ചാലും നമ്മൾ മറ്റു കവളം കൂടി കിട്ടിയാൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ യേശുവിൻ്റെ ഒരു സ്വർഗരാജ്യത്ത് ഒരു കിരീടവും കിട്ടൊരു വലിയ കസേരയും കിട്ടുമേ. അത് വേണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവം ഒരിക്കലും രാജാവല്ല, ദൈവമാണ്. നമ്മൾ രാജാവല്ല, അത് കിരീടമൊക്കെ നിൽക്കാറില്ല. അങ്ങനെ തന്നെ എൻ്റെ ചേച്ചിയും പറയണേ. എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ട്, പക്ഷേ എൻ്റെ മറ്റേ അപ്പച്ചനും അമ്മച്ചും മരിച്ചു പോയിട്ടില്ല. പണ്ടത്തെ എൻ്റെ അപ്പച്ചനും അമ്മച്ചും മരിച്ചു പോയിട്ടുണ്ട്, അതൊന്നും സത്യമില്ല. പക്ഷെ നിങ്ങൾ വഴക്കെട്ടാൻ പറ്റില്ല. വഴക്ക് കേട്ടാൽ ആർക്കായാലും വഴക്ക് കേട്ടാൽ ഇരിക്കുന്നൊരു ശ്രമമില്ലെന്ന് എനിക്കറിയാം. ആത്മാവിൻ്റെ ബലങ്ങളൊക്കെ പറയാം: സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, നന്മ, വിശ്വാസ്യത, സൗമ്യത എന്നിവ തന്നെ നമ്മളിലെ ദൈവിക വാർത്തകൾ നേരെ വേറെ പടന്ന് ആശംസിച്ച് നിർത്തുന്നു. നാനിപ്പോൾ നിങ്ങൾ മനസ്സിലായി. നാനിപ്പോൾ വാക്യം പറഞ്ഞതാണ് പറഞ്ഞത്. ദൈവനാമത്തെ മഹത്വമാണ്. മാന്യവിധി കർത്താക്കൾ സരസ്യരെ. ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നാം ദൈവമക്കളിനെ കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഞാൻ വീഡിയോ എടുക്കുവാ. കുറച്ച് സമയം കൂടിയല്ലോ അപ്പേ. ദൈവമക്കളെന്ന് വിളിക്കപ്പെടും പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തരും. അങ്ങനെ തന്നെ ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തവണ് നമ്മെ മാറുന്നില്ല. ഏത് ഇഷ്ടമുള്ള വിശ്വാസം ദൈവത്തിൽ നിന്ന് ജനമുള്ളതാണ് നാം ദൈവം. അങ്ങനെ ദൈവത്തിന് തേജസ് പ്രാപിക്കണം. അപ്പം പിതാവിനെ വിളിച്ചുകൊണ്ട് പുത്രത്തിന് സ്വീകരിക്കണം. ആത്മാവിൻ്റെ ബലങ്ങളായ സ്നേഹം, സന്തോഷം,
നന്മാവിശ്വാസ സൗമ്യത എന്തിനു ചെയ്യും എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളെല്ലാവരും ചെയ്തിട്ട് ദൈവിക ഭക്തി നിറവേറപ്പെടുന്ന അടുത്തതായി കിട്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കത്തിരിക. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി കാണത്തില്ല. കാരണം ഇത് നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കത്തിരികയാണ്. പിന്നെ നമ്മൾ വരുന്നത് ഒരു ക്ലിപ്പാണ് തരുന്നത്. ഇത് നല്ല ക്ലിപ്പാണ് കണ്ടോ. ഇത് ഗോൾഡൻ ഇതുണ്ടോ, നല്ല തിളക്കമുള്ള ക്ലിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതൊരു സ്കെച്ചാണ്. ഇതിൻ്റെ കവറൊക്കെ പോയി രണ്ടൊരു പവരമായിട്ട് ഞാൻ എൻ്റേതാണ് ഇതിനകത്ത് വച്ചത് കേട്ടോ. എൻ്റേതവിടെ നിൻ്റേതെന്നാണ് അവിടെ കണ്ടില്ലായിരുന്നു. ഞാൻ അവിടെ വച്ചതാണ്. ഞാൻ ടൂർ വന്ന് കളിക്കാനായിട്ട് നിൻ്റേത് വെട്ട് വെക്കാൻ പോയത് പിന്നെ കാണുന്നില്ല. അപ്പോൾ നമ്മളിത് വച്ചിട്ട് നിങ്ങൾക്ക് ഏത് സ്കെച്ചാണെന്ന് കാണിക്കാം. ഇത് സ്കെച്ച് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, കാരണം ഗേളിന് മാത്രമല്ല. സാധാരണ ഗേൾസിനല്ല ഇങ്ങനത്തെ ക്രാഫ്റ്റും കളർ അടിക്കുന്നതും കൂടുതൽ ഇഷ്ടം എനിക്ക് തന്നെ. എൻ്റെ വിധത്തിലുള്ള നിങ്ങൾ പറയണേ അമ്മ വട്ടം പറ്റുന്നു. ഇഷ്ടംപോലെ നമ്മളോട് പ്രത്യേകം ഈ മണിക്കൊക്കെ ടിക്കറ്റ് പോലെ അതിനിപ്പോൾ വലിയ നമ്മൾ ഇന്നത്തേത് നീ ആ 2 ബോൾ എടുത്ത് തന്ന ചേച്ചി. കവറ് ഞാൻ എടുത്ത് തരാം. ഇത് രണ്ടും ബോയ്സിന് ഞങ്ങൾ ആ 2 ബോർഡും കൂടിയാണ് ബോയ്സിന് കെലോൺസ് ആണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ശബ്ദം എന്താ കേട്ടതെന്ന് പറയട്ടെ. അതൊന്നുമല്ല, അതെവിടെ പകട്ട് എന്തിനെ പൊയ്ക്കുന്ന കണ്ണ് തൊന്നെ എന്നൊന്നും പേടിക്കണ്ട. ഒരു കളേഴ്സ് നമുക്കപ്പോൾ പച്ചക്കാം. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗിവേവേ ഗേൾസിന് ബെസ്റ്റ് തന്നെ. ഈ കളേഴ്സ് എന്തിനാ ഓരോന്നും കൊടുക്കാൻ നല്ലതാണ്. നമ്മൾ കൊടുക്കാം, പിന്നെ കൊടുക്കാം. അത് അവർക്കാണ് ഗിവേവേ ചെയ്യാനുള്ളതാണ് ചേട്ടാ ചേച്ചി. നിങ്ങളത് ലൈക്ക് നിങ്ങളത് ശരിക്കും നിങ്ങളത് ചെയ്ത് തരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇത് മറ്റേ സമ്മാനം പതിൻ്റെ മറ്റേ അതില്ലേ, അതെൻ്റെ കയ്യിലില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ നിങ്ങൾ എന്നോട് ഒരു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്നോട് ഇത്രയൊക്കെ ക്ഷമിച്ചത് സങ്കടം എനിക്ക് വായിച്ചതാണ്. നമ്മളൊരു ബോർഡ് ഇത് ക്ലിപ്പ് ഈ 2 ബോർഡ് നല്ല ഗിവേക്കുള്ളത്. ഈ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഈ കത്തിരിക്കയും നമ്മൾ തരുമേ. സാധനമാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറ്റേ ക്രയോൺസ് പറഞ്ഞില്ല, എന്നാൽ ഒരു ഓയിൽ പേസ്റ്റ് ഇപ്പം ക്രയോൺസായി എന്ന് പറയുന്നത്. ഓയിൽ പേസ്റ്റ് അത് ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഞാൻ എനിക്ക് തരാം, പിന്നെ തരേ. പിന്നെ ഈ സ്കെച്ച് എവിടെ നിന്ന് വന്നാന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഇത് വച്ച് വെക്കട്ടെ. കുറച്ച് കളേഴ്സ് മിസ്സിങ് ആണ് മനസ്സിലായിക്കൊണ്ട് ഒരു കളർ മിസ്സിങ് ആയതുകൊണ്ട് തോന്നിയിട്ടാണ്. പക്ഷേ കളേഴ്സ് ഉണ്ട്. ബ്ലാക്കാണ് ഉണ്ടാവും കേട്ടോ. വേറെ ആരുടെയോ ഉണ്ട്, വേറെ ഏതോ കളറാണ് എനിക്ക് തോന്നുന്നത്. വേറെ പോലത്തെ ഒരു കളറാണ്.
എന്തായാലും ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിതുകൊണ്ടാണ് സ്കെച്ച് വെച്ചിട്ടാണ്. ഇനി നമ്മൾ വച്ച് കഴിഞ്ഞത് പോവത്തില്ല, അതാ പ്രശ്നം. നമുക്കൊരു കളേഴ്സിലായിട്ട് ഇഷ്ടപ്പെടും. കുറച്ച് അപ്പോൾ വേണ്ടത് കരൺസ് വന്നത് വന്നാണ്. അല്ല, ഞാനാണ് അവിടെ ഞാൻ ഇതുപോലെ ലഘു അച്ഛന് പറഞ്ഞു വന്നത് നിൻ്റേതാണ്. പക്ഷേ ഇത് എൻ്റേതാണ്. അല്ല, ഞാൻ ഇത് തരാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒന്നുമില്ല. നീ നിൻ്റെ ഇത് കൊണ്ട് വന്നിട്ട് എൻ്റെ നീ കുറ്റം പറയുവാണ് കേട്ടോ ചേച്ചി. നിൻ്റെ തന്നെ ഇത് എൻ്റെ കളേഴ്സാണ്, പക്ഷെ ഞാൻ ഈ കളേഴ്സ് ഒട്ടിക്കണം. എൻ്റെ കളേഴ്സ് തന്നെ ബ്രൗണ് ഒട്ടിക്കട്ടെ. ഞങ്ങൾ എപ്പോഴും ഒരു വഴക്കാണ്. ഇത് ഞങ്ങൾക്ക് കളി പോലത്തെ, ഞങ്ങൾ കുഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടില്ല. പിന്നെ കിട്ടാൻ നമ്മുടെ കട്ടറാണ്. ഈ ഒരു കട്ടർ കിട്ടും, ഈ ഒരു കട്ടർ കിട്ടും, ഈ ഒരു പിങ്ക് കളർ കിട്ടുമേ. പിന്നെ ഈ ഒരു കട്ടർ കിട്ടും, ഈ ഒരു കട്ടർ കിട്ടും, ഈ ഒരു കട്ട പിന്നെ റൗണ്ട് ആയുള്ള കട്ടർ കിട്ടും. ഇത്രയും കട്ടറസും ഇവയ്ക്ക് ഗേളിനെ ബോയിനെ ഒരാളെ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ. കർത്തിക, പക്ഷേ ഈ കർത്തിക ബോയ്സിനും ഗേൾസിനും ഇഷ്ടമുള്ള സാധനമാണ്. ഇത് ആർക്കും കൊടുക്കണം അങ്ങനെയല്ലേ. നിങ്ങൾ ഇത് ആരാണ് എൻ്റെ വീഡിയോയിൽ ആരാണ് എൻ്റെ വീട്ടിൽ വന്ന് കാണുന്നത് അവർക്കതായിരിക്കും ഇത് ഗിവേവേയുടെ ദിവസം വെച്ച് ഇതായിരിക്കും. ഗിവേയുടെ റൂൾസ് ഞാൻ പിന്നെ പറയാം. ഈ ഒരു കത്രിക കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് നിയമം. ചുമ്മാ പിന്നെ ചെക്കിലേക്ക് ഇനി നമ്മുടെ കുറച്ച് ഇത്രയുള്ളേ. പിന്നെ ഇത് റബ്ബർ കിട്ടുവേ. റബ്ബർ ഒരെണ്ണമേ കിട്ടത്തുള്ളൂ. അതിന് അടുത്ത ഫസ്റ്റ് ഉപയോഗിക്കും. ഇത്രയുള്ള ബാക്കിയെല്ലാം ഈ പിന്നെ ഈ റബ്ബറിൻ്റെ കാര്യം പറയാത്ത ഇത് ഫുള്ള് ആയി കഴിച്ചോടെ. അതാണ് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്ത് കാര്യമില്ല. അമ്മച്ചി അവിടെ പറയുന്നു മതി, ഇത്രയും നേരം ചെയ്തു.